ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്. അവൻ ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവജനം കേൾക്കേണ്ട അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നവൻ കണ്ടു. അവയിൽ നിന്നും മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നുകിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഇതാ യേശു കർത്താവ് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഗലീലാക്കടൽ, അതിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ തനിക്ക് ഇരുന്ന് ഉപദേശിക്കാൻ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ, ശുശ്രൂഷ ചെയ്യുവാൻ തനിക്കൊരു സ്ഥലം ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് മീൻപിടുത്തക്കാർ വള്ളം കരയ്ക്കടുപ്പിച്ച് അതിൽ നിന്ന് വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പടകിൽ ഒന്നിൽ കയറി അതിൻ്റെ ഉടമസ്ഥനായ ശീമോനോട് പറയുകയാണ്, കരയിൽ നിന്ന് അല്പം നീക്കി തരണം എന്നപേക്ഷിച്ചു. അല്ലെങ്കിൽ ആ പടക് എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞു. ഇതാ കേട്ടോണ്ട് ശീമോൻ യേശുവിനെ ശുശ്രൂഷിപ്പാൻ, പ്രസംഗിപ്പാൻ ആ പടകിനെ വിട്ടുകൊടുക്കുകയാണ്. അവിടെ ഇരിക്കുകയാണ്. ആ പടകിലിരുന്ന് യേശു കർത്താവ് ഉപദേശിക്കാൻ തുടങ്ങി. കർത്താവ് പറയുകയാണ്, എനിക്ക് ഉപദേശിപ്പാൻ ആ പടക് എനിക്കൊന്ന് ആവശ്യമാണ്. ആ ആവശ്യത്തിൻ്റെ പുറത്ത് ഇതാ തൻ്റെ പടക് യേശുവിനെ ശുശ്രൂഷിപ്പാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. തുടർന്ന് അവിടെ നടന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ആ പടകിലിരുന്ന് യേശു ഉപദേശിക്കാൻ തുടങ്ങി. ആ പടകിനെ കർത്താവിന് വിട്ടുകൊടുത്താൽ കർത്താവ് അവിടെ ഇരുന്ന് ഉപദേശിക്കാനിടയായിത്തീരും. അത് കേട്ട് അനേകം രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. രണ്ടാമത്തെ കാര്യം, ഉപദേശിച്ചതിന് ശേഷം രാത്രി മുഴുവൻ അധ്വാനിച്ച് എല്ലാ പ്രതീക്ഷകളും തീർന്ന് വല കഴുകിക്കൊണ്ടിരുന്ന ശീമോനോട് പറയുകയാണ്, ആഴത്തിലേക്ക് വലയിറക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ ആ വിഷയത്തിന്മേൽ കർത്താവ് ഇടപെട്ടു. അവൻ പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, എങ്കിലും നിൻ്റെ വാക്കിൽ ഞങ്ങൾ വലയിറക്കാമെന്ന് പറഞ്ഞ് ഇറക്കിക്കഴിഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. യേശുവിൻ്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ ദൈവജനം കേൾക്കാം. രണ്ടാമത് നാളുകളായി അവൻ ഭാരപ്പെട്ട, അല്ലെങ്കിൽ ചില ദിവസങ്ങളായി ഭാരപ്പെട്ട വിഷയത്തിന്മേൽ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഫലമില്ലാത്ത വിഷയത്തിന്മേൽ എവിടെ മീനുണ്ടെന്നും എവിടെ അനുഗ്രഹമുണ്ടെന്നും കർത്താവ് അവന് കാണിച്ചു കൊടുത്തു. 2 പടക് നിറച്ചെടുത്ത് അവനെ അനുഗ്രഹിക്കാനിടയായി. മൂന്നാമത്തെ കാര്യം താഴ്ത്ത് വായിക്കുമ്പോൾ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് പറയുകയാണ്, ഞാൻ പാപിയായൊരു മനുഷ്യൻ, ഹല്ലേലൂയ, എന്നെ വിട്ടുപോകണം. മൂന്നാമത്തെ കാര്യം, ആ പടകിൽ യേശുവിന് വിട്ടുകൊടുത്തപ്പോൾ പാപബോധം ഉണ്ടാകുകയാണ്, മാനസാന്തരം ഉണ്ടാകുകയാണ്. നാലാമത്തെ കാര്യം, യേശു പറഞ്ഞു, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സകലതും വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ പുറപ്പെടുകയാണ്. അപ്പോൾ ആ പടകിൽ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ ആ പടകിൽ ദൈവവചനം സംസാരിച്ചു. 2 വലിയ അത്ഭുതം നടന്നു. മൂന്നാമത് മാനസാന്തരം ഉണ്ടാകുന്നു. നാലാമത് അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാണ്. ഈ ദിവസങ്ങളിൽ നിന്നെ തന്നെ, അല്ലെങ്കിൽ നിൻ്റെ കുടുംബം, നിൻ്റെ സ്ഥാപനം, നിൻ്റെ വാഹനം, നിൻ്റെ എല്ലാ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. ദൈവവചനം വെളിപ്പെടും, വലിയ അത്ഭുതം വെളിപ്പെടും, ചില അനുതാപമുണ്ടാവും, യേശുവിലേക്ക് ചില അടുക്കും, പാപബോധമുണ്ടാകും. ചിലർ കർത്താവിന് സാക്ഷിയായി ദൈവവേലയ്ക്കായി പുറപ്പെടുകയാണ്. ആ ശീമോൻ ആ പടകിനെ യേശുവിനെ കൊടുത്തപോലെ നമ്മുടെ സഭയെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശു ഉണ്ടെങ്കിൽ, നമ്മുടെ സഭയിലുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ദൈവവചനം വെളിപ്പെടും. നാളുകളായി ഭാരപ്പെട്ട വിഷയത്തിന്മേൽ വിടുതൽ നടക്കും, അനുതാപം ഉണ്ടാകും. നാലാമത്, കർത്താവിൻ്റെ വേലയ്ക്കായി ദൈവവിധരായി ജീവിക്കാൻ
ചിലർ പുറപ്പെടും. ഈ ദിവസങ്ങളിൽ ആ ശീമോൻ പടക് അല്പം നീക്കിയതുപോലെ ദിവസം കർത്താവിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചാട്ട് ഒരനുഗ്രഹം കാണാം, ഒരു വിടുതൽ കാണാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.